ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടുമൺ സെൻറ്റ് ബെഹനാൻസ് ഓർത്തഡോക്സ് സൺഡേ സ്കൂൾ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ബാൻഡ് ട്രൂപ്പ് പുനരാരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ആദ്യമായി ഒരു സൺഡേ സ്കൂൾ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ട്രൂപ്പ് കോവിഡ് പ്രതിസന്ധിയിൽ നിന്നുപോയിരുന്നു. മെയ് 12 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വന്യ വർഗീസ് ജോഷുവ അച്ഛൻ്റെ അനുഗ്രഹ ആശീർവാദത്തോടെയാണ് പുനരാരംഭിച്ചത്. സൺഡേ സ്കൂൾ ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ശ്രീ ലിനു ജോഷുവ സല്യൂട്ട് സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിങ്ങിനും 8157890829 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇംഗ്ലണ്ടിലെ സോമർസെറ്റ് കൗണ്ടിയിലെ വെസ്റ്റേൺ സൂപ്പർ മേയർ എന്ന ചെറിയ കടൽത്തീര പട്ടണത്തിലെ മലങ്കര ഓർത്തഡോക്സ് സഭാ മക്കളുടെ 4ാമത്തെ ഒത്തുചേരലും പ്രാർത്ഥനായോഗവും സ്കോട്ട് ഹാളിൽ നടത്തപ്പെട്ടു. 12 ഫാമിലിയിൽ നിന്നും 41 പേർ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ സീനിയർ വൈദികനും ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക ബാവായുടെ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിട്ടുള്ള വെരി റവറൻ TM സക്കറിയ കോറപ്പിസ്കോപ്പ അമേരിക്കയിൽ വെച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ ഇടനാട് സെൻറ് മേരീസ് ഇടവാംഗമാണ്. സംസ്കാര ശുശ്രൂഷ പിന്നീട് നടത്തപ്പെടുന്നതാണ്. വന്യ അച്ഛൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. നേഴ്സസ് ഡേ 2024 മലങ്കര സഭയുടെ വിവിധ ആശുപത്രികളിൽ വിപുലമായി ആഘോഷിച്ചു. നേഴ്സസ് ഡേയോടനുബന്ധിച്ച് വിവിധ സെമിനാറുകൾ, പരിപാടികൾ എന്നിവ നടത്തപ്പെട്ടു. UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന ദേവാലയം കത്തീഡ്രലായി ഉയർത്തപ്പെടുന്നു. UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിൻ്റെ ചരിത്രമുറങ്ങുന്ന ഭദ്രാസനത്തിൻ്റെ മാതൃ ഇടവകയായ ലണ്ടൻ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയെ 2024 ജൂൺ 1 പരിശുദ്ധ ബാവാ തിരുമനസിൻ്റെ തൃക്കരങ്ങളാൽ കത്തീഡ്രലായി ഉയർത്തുന്നു. അഖില മലങ്കര ബെസ്ക്യോമോ അസോസിയേഷൻ വാർഷിക സമ്മേളനം പരുമലയിൽ സമ്മേളിച്ചു. അഖില മലങ്കര ബെസ്ക്യോമോ അസോസിയേഷൻ വാർഷിക സമ്മേളനം മെയ് 15-16 തീയതികളിൽ പരുമല സെമിനാരിയിൽ സമ്മേളിച്ചു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദൈവിക സ്നേഹത്തിൻ്റെ വാഹകരാകുവാനും സാക്ഷ്യമുള്ള മാതൃകാ ജീവിതം നയിക്കുവാനും വൈദിക കുടുംബങ്ങൾക്ക് കഴിയണമെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഉദ്ബോധിപ്പിച്ചു. പരുമല സെമിനാരിയിൽ നടന്ന അഖില മലങ്കര മധ്യമേഖല വൈദിക കുടുംബസംഗമവും അഖില മലങ്കര ബെസ്ക്യോമോ അസോസിയേഷൻ പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ. ആകുലതകളെ അകറ്റുന്ന ദൈവവും അതിജീവിക്കുന്ന സമൂഹവും എന്നതായിരുന്നു ചിന്താവിഷയം. ബെസ്ക്യോമോ അസോസിയേഷൻ പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. വലിയ മെത്രാപ്പൊലീത്ത അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മെത്രാപ്പൊലിത്തന്മാരായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ്, ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ്, ഡോക്ടർ അലക്സിയോസ് മാർ യൗസേബിയോസ്, ഡോക്ടർ സക്കറിയ മാർ അപ്രേം, വൈദിക ട്രസ്റ്റി റവറൻ ഫാദർ ഡോക്ടർ തോമസ് ഫറീസ് അമയിൽ, സഭാ സെക്രട്ടറി ശ്രീ ബിജു ഉമ്മൻ, പരുമല സെമിനാരി മാനേജർ വെരി റവറൻ KV പോൾ റമ്പാൻ, വൈദിക സംഘം സെക്രട്ടറി റവറൻ ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. അഭിവന്യരായ ഡോക്ടർ അലക്സിയോസ് മാർ യൗസേബിയോസ്, ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം, ഇംഗ്ലീഷ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ശ്രീ റെജി K സാമുവേൽ, നാഗ്പൂർ സെമിനാരി ഫാക്കൽറ്റി അംഗം ശ്രീമതി സിൻസി തോമസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ശ്രീമതി ഷാരോൺ ടോണി മാവേലിക്കര ക്യൂസ് മത്സരം നയിച്ചു. സമാപന സമ്മേളനം സുനോദോ സെക്രട്ടറി അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം മുഖ്യ സന്ദേശം നൽകി. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ബെസ്ക്യോമോമാരെ ആദരിക്കുകയും ചെയ്തു. മെയ് 15 ബുധനാഴ്ച വിത്തുകൾക്ക് വേണ്ടിയുള്ള വിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തിപൂർവം ആചരിച്ചു. സഹോദരൻ ഓൺലൈൻ പത്രം പരിശുദ്ധ കാതോലിക്ക ബാവ പ്രകാശനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഹോദരൻ ജീവകാരുണ്യ പദ്ധതിയുടെ പുതിയ കാൽവയ്പാണ് സഹോദരൻ ഓൺലൈൻ പത്രം. പരുമലയിൽ കൂടിയ സംയുക്ത വൈദിക സെൻട്രൽ സോൺ അഖില മലങ്കര ബെസ്ക്യോമോ വാർഷിക സമ്മേളനത്തിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി
ഓൺലൈൻ പത്രത്തിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു. പ്രിന്റ് കോപ്പി സീനിയർ മെത്രാപ്പൊലീത്ത അഭിവന്യസ് കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനിക്ക് നൽകി. സഹോദരൻ പദ്ധതി ഓരോ മാസവും നടപ്പാക്കുന്ന പദ്ധതികൾ വിശദമായി ലോകത്തെ അറിയിക്കുക, സംഭാവനകളും ചിലവുകളും സുതാര്യമായി പൊതുസമൂഹത്തെ അറിയിക്കുക, സഹോദരൻ പദ്ധതിയുടെ പിൻപിലുള്ള ദർശനം വ്യക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യമാണ് എല്ലാ മാസവും പ്രസിദ്ധീകരിക്കുന്ന ഓൺലൈൻ പത്രത്തിനുള്ളത്. ഫാദർ ബിജു പി തോമസ് ആണ് ചീഫ് എഡിറ്റർ. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം പ്രവാസി സെൽ ഗ്ലോബൽ കോർഡിനേറ്റർമാരുടെ പ്രഥമ യോഗം നടത്തപ്പെട്ടു. പഠനത്തിനും തൊഴിലിനുമായി ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ വിദേശത്ത് കുടിയേറുന്ന ഈ കാലഘട്ടത്തിൽ അവരെ സഭയോട് ചേർത്ത് നിർത്തുക, അത്യാവശ്യ സാഹചര്യങ്ങളിൽ വേണ്ടതായ സഹായങ്ങൾ ലഭ്യമാക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച അറിവ് നൽകുക, അവ ലഭ്യമാക്കാൻ സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ഗ്ലോബൽ ഓർത്തഡോക്സ് പ്രവാസി സെല്ലിന് രൂപം കൊടുത്തിരിക്കുന്നത്. OCYM പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തായുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഇത് സംബന്ധിച്ച് പ്രാഥമിക നടപടികൾ ആരംഭിച്ചു. OCYM കേന്ദ്ര ഭാരവാഹികളെ കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. യോഗത്തിൽ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ്, യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ സെക്രട്ടറി റവറൻ ഫാദർ ബിജു ഏലിയാസ്, കേന്ദ്ര ട്രഷറർ പേൾ കണ്ണേത്ത്, പ്രവാസി സെൽ കേന്ദ്ര കോർഡിനേറ്റർമാരായ റവറൻ ഫാദർ അജി കാരാട്ട്, ശ്രീ ആൻഡോ എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി അനേകം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. പരുമല ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ന്യൂറോ ഇമേജിംഗ് അപ്ഡേറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് അന്താരാഷ്ട്ര ഡോക്ടേഴ്സ് കോൺഫറൻസ് നടത്തപ്പെട്ടു. പരുമല ആശുപത്രി CEO ഫാദർ MC പൗലോസിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ റെജി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഫറൻസിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ബെയ്റൂട്ടിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ചാർബൽ സാദെ, മണിപ്പാൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റായ ഡോക്ടർ ശ്രീറാം പത്വാര, പരുമല ആശുപത്രി കൺസൾട്ടന്റ് റേഡിയോളജിസ്റ്റായ ഡോക്ടർ സൂസന്ന ജോസ് എന്നിവർ MRI ന്യൂറോ ഇമേജിങ്ങിലെ സമീപകാല അപ്ഡേറ്റുകളെപ്പറ്റി ക്ലാസുകൾ നയിച്ചു. പരുമല ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ അനിരുദ്ധ് നായർ, ന്യൂറോ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ദീപു എബ്രഹാം ചെറിയാൻ എന്നിവർ മോഡറേറ്റർമാരായി. ഖത്തർ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോളജിക്കൽ ആൻഡ് എൻവയോൺമെൻ്റൽ സയൻസിൽ നിന്ന് ബിരുദ കോഴ്സിൽ മികച്ച വിദ്യാർത്ഥിക്കുള്ള അവാർഡ് ഖത്തർ അമീർ ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽത്താനിൽ നിന്ന് ലഭിച്ച ശ്രീ ജോഷ് ജോണിനും, ചലച്ചിത്ര സംഘടനയായ നാഷണൽ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഡോക്ടർ പോൾ മണലിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.